സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി പോലീസും എക്സൈസും വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ വകുപ്പുകളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചെന്നൈയിലെത്തി വിജയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച വിജയ് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി കൊച്ചിയിലേക്ക് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു. കേരള പോലീസിനൊപ്പം തമിഴ്നാട് പോലീസും ലഹരി വിരുദ്ധ പദ്ധതികൾക്ക് സഹകരിക്കാനും രമേശ് ചെന്നിത്തലയും വിജയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ഇന്ന് രാവിലെ 9:30 രമേശ് ചെന്നിത്തല തമിഴ്നാട്ടിലെത്തി. 11:30 വിജയുമായുള്ള കൂടിക്കാഴ്ച. അരമണിക്കൂറോളം ഇരുവരും ചർച്ച നടത്തി. അതിനിടെ ഉന്നത സെക്രട്ടറിമാരെയും പോലീസ് ഓഫീസർമാരെയും വിജയ് വിളിപ്പിക്കുകയും ഒരുമിച്ച് വിശദമായി ഈ ചർച്ച നടത്തുകയും ചെയ്തു. ലഹരി മാഫിയക്കെതിരെ നേരത്തെ വലിയ പ്രചാരണം നടത്തിയ വ്യക്തിയാണ് വിജയ്. ഒരു മാരത്തണിൽ പങ്കെടുത്ത കാര്യവും വിജയ് ഈ ചർച്ചയ്ക്കിടെ ചെന്നിത്തലയോട് പറഞ്ഞിരുന്നു. മയക്കുമരുന്ന് സംഘങ്ങളെ കണ്ടെത്താൻ തുറമുഖം, റെയിൽവേ സ്റ്റേഷൻ, അതിർത്തി, ചെക്ക് പോയിന്റുകൾ എന്നിവിടങ്ങളിൽ ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് ഒന്നിച്ചു നീങ്ങും. സംസ്ഥാന അതിർത്തിയിൽ പ്രത്യേക പോലീസ് നിരീക്ഷണം ഉറപ്പുവരുത്താനും ഇന്നത്തെ ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിൽ വലിയ പരിപാടി ആഭ്യന്തര വകുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കൊച്ചിയിലായിരിക്കും ആ പരിപാടി സംഘടിപ്പിക്കുക. അതിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയെ രമേശ് ചെന്നിത്തല ക്ഷണിച്ചു. വിജയ് ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രചാരകനായ നടൻ മോഹൻലാൽ ഈ കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുക്കും. മോഹൻലാലിന്റെ ഒഴിവ് നോക്കി ഒരു തീയതി തീരുമാനിച്ച് അത് വിജയിനെ അറിയിക്കും. നേരത്തെ വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വിജയ് എത്തിയിരുന്നില്ല. ദക്ഷിണേന്ത്യയിലെ മറ്റ് മുഖ്യമന്ത്രിമാർ പങ്കെടുത്തെങ്കിലും പിന്നീട് ഒരിക്കൽ താൻ വരാമെന്നാണ് അന്ന് വിജയ് അറിയിച്ചത്. വിജയുടെ ഇപ്പോഴത്തെ വരവ് ഓപ്പറേഷൻ തൂഫാൻ വലിയ പ്രചാരണം ആകുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, വിജയുടെ ടി.വി.കെ പാർട്ടി കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. ടി.വി.കെ പ്രവർത്തകരും കൊച്ചിയിലെ ഈ പരിപാടിക്ക് എത്തിയേക്കും. നേരത്തെ രമേശ് ചെന്നിത്തല കർണാടക മുഖ്യമന്ത്രി ഡി.കെ ശിവകുമാറുമായും ചർച്ചകൾ നടത്തി. മയക്കുമരുന്ന് മാഫിയക്കെതിരായ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ വഴി തെളിയുന്നത്. തമിഴ്നാട്, കർണാടക, ഗോവ ഒക്കെ കേരളത്തിലെ ലഹരി വിതരണക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇവരെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടിയാൽ മാത്രമേ ലഹരി മാഫിയയുടെ അടിവേരുകൾ അറുക്കാൻ കഴിയൂ. അതിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്.